ഇവരെ സാറേന്ന് വിളിക്കണോ അതോ എന്ന് വിളിക്കണോ? പ്രതാപ് ചന്ദ്ര, നിന്റെ ന്യായം എന്തുവാടാ ഇപ്പം? ആ സ്ത്രീ അങ്ങനെ കാണിച്ചു, മറ്റേത് കാണിച്ചു, ആക്രമണം കാണിച്ചു, അന്നൊക്കെയാണ് ഇവന്റെ ന്യായം. ഇപ്പം പ്രതാപ് ചന്ദ്രന്റെ ന്യായം. എടാ പ്രതാപചന്ദ്ര, നിനക്ക് എന്ത് അവകാശമാണുള്ളത് ഒരു സ്ത്രീയെ തല്ലാൻ? നീ ഏത് അപ്പനായാലും ആരുടെ അടിപ്പാവട താങ്ങുന്നവനായാലും നിനക്ക് എന്ത് അധികാരമാണുള്ളത് ഒരു സ്ത്രീയെ തല്ലാൻ? എടാ കേരളത്തിൽ ഇത്രയും നല്ല പോലീസേനെ എന്തിനാ നാണം കെടുത്തുന്നത്? ആരാടാ ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊടാൻ? നീ ആരാണ് നിനക്ക് അവകാശം തന്നത്, അധികാരം തന്നത്? നല്ല പോലീസുകാരുടെ വില കളയാൻ എന്തിനാ പ്രതാപ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇവനെയൊക്കെ യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചു വേണം. ഇവനെ കണക്കുള്ള ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് സേനയിൽ, ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ നല്ല സേനയാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് സേന എന്ന് പറഞ്ഞാൽ, നല്ല സേനയാണ്. ഒരുപാട് പുഴുക്കുത്തുകൾ ഇവനെ കണക്കുള്ളവർ ഇപ്പോഴും ഉണ്ട്. പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ പുറത്ത് നിൽപ്പുണ്ട്. PSC ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴും നിൽപ്പുണ്ട്. അവർക്കൊരു അവസരം കൊടുക്ക്. ഇതേ കണക്കുള്ള പുഴുക്കുത്തുകളെ എടുത്ത് കളഞ്ഞിട്ട് അവർക്കൊരു അവസരം കൊടുക്ക്. എങ്കിലേ സേനയ്ക്ക് ഒരു ഗുണം ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇതേ കണക്കുള്ള അധികാരം വെച്ച് 3 സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അധികാരം വെച്ചിട്ട് പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറണം. നിനക്ക് ആരാ അധികാരം തന്നെ? അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് കുറെ പേര് നടപ്പുണ്ടല്ലോ. ദിലീപിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പറഞ്ഞാൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ പാവപ്പെട്ട സ്ത്രീയൊക്കൊന്നും അവൾക്കൊപ്പം എന്ന് നടക്കാൻ ആരുമില്ല. എന്താ ഈ സ്ത്രീകളുടെ കൂടെയും ഒരുപാട് പേര്, ഒരുപാട് പ്രശ്നത്തിൽ കിടക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളുടെ കൂടെ ഒന്നും നിൽക്കാത്ത എന്തോ അവൾക്കൊപ്പം എന്നൊക്കെ പറയുന്നവർ എന്താ ഇവർക്കൊക്കെ ഇപ്പൊ നിൽക്കാത്തത്? മാറ്റർ നമ്മൾ തട്ടിമാറ്റി കളയുന്നില്ല പ്രതാപചന്ദ്ര.